ഒന്നും പറയാനില്ല. എന്താ പറയാ, 4-1 തോൽക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെവില്യക്കെതിരെ ബാസയെ സംബന്ധിച്ച് എവേ മാച്ചാണ് എങ്കിൽ പോലും തോൽവി എന്ന് പറഞ്ഞൊരു സംഭവം ബാസ ഏറ്റുവാങ്ങുന്നു ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ലാത്തൊരു മാച്ച്. ഫ്ലോപ്പ്, ഭയങ്കര ഫ്ലോപ്പായിട്ടുള്ള ഒരു മാച്ചാണ് ബാസന്റെ ഇന്ന് കണ്ടത്. സെവില്യക്കെതിരെ സെവില്ല എന്ന് പറഞ്ഞത് കുറച്ചും കൂടി താഴെയുള്ളൊരു ടീമാണ്. 3-ാം സ്ഥാനത്തോ 4-ാം സ്ഥാനത്തോ 5-ാം സ്ഥാനത്തുള്ള ടീമല്ല. ബാസയെ സംബന്ധിച്ച് നല്ലവണ്ണം സ്കോർ ചെയ്തുകൊണ്ട് 2-0 അല്ലെങ്കിൽ 1-0 സിമ്പിളായിട്ട് വിജയിക്കാൻ പറ്റുന്നൊരു മാച്ചാണെന്നാണ് വിചാരിച്ചത്. പക്ഷേ 4-1 ബാസ തോൽക്കാണ് ചെയ്തത്. കളി തുടക്കത്തിൽ തന്നെ ഫോർവേഡും പക്ക ഫ്ലോപ്പായിരുന്നു, അതുപോലെ തന്നെ ഡിഫൻസും പക്ക ഫ്ലോപ്പായിരുന്നു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഹാഫിൽ തന്നെ ഭയങ്കര ഫ്ലോപ്പ് മത്സരമാണ്. ഫോർവേഡ് കളിക്കുന്നതും മോശം, ഡിഫൻസ് കളിക്കുന്നതും മോശം. പെഡ്രിയാണ് മിഡിലാണെങ്കിൽ എന്തൊക്കെയൊക്കെയോ കാട്ടുന്നുണ്ട്, പക്ഷെ നല്ല രീതിയിലുള്ള ഒരു ചാൻസുകളൊന്നും ക്രിയേറ്റ് ചെയ്യുന്നില്ല. ഫസ്റ്റ് ഹാഫത്തെ ഒരു ഫ്ലോപ്പ് കാര്യങ്ങൾ പറയുകയാണെങ്കിൽ കളിന്റെ 37-ാം മിനിറ്റിൽ കുണ്ടന്റെ കയ്യിൽ നിന്ന് ബോൾ എടുക്കാൻ വേണ്ടി പെഡ്രി ശ്രമിക്കുന്നുണ്ട്. പക്ഷെ പെഡ്രിക്ക് കൊടുത്തിരുന്നെങ്കിൽ അത് 37-ാം മിനിറ്റിൽ സെവില്യ ഗോൾ അടിക്കില്ലായിരുന്നു. രണ്ടാമത്തെ കാര്യം പറയുകയാണെങ്കിൽ 42-ാം മിനിറ്റിൽ റാഷ്ഫോർഡൊക്കെ കിട്ടിലൻ ചാൻസ് ആണ് കുബർസി ക്രിയേറ്റ് ചെയ്ത് കൊടുത്തത്. കുബർസി നല്ല കിട്ടിലൻ ഒരു പാസ്സാണ് മുകളിലേക്ക് ഒരു ഓവർ ബോൾ പാസ് കൊടുത്തത്. പക്ഷെ റാഷ്ഫോർഡ് കറക്റ്റ് ആയിട്ട് ഫിനിഷ് ചെയ്തില്ല. അവിടെ റാഷ്ഫോർഡിന്റെ ഒരു നെഗറ്റീവ്, ഫോർവേഡിന്റെ സൈഡിൽ നിന്ന് ഒരു നെഗറ്റീവ് വന്നു അല്ലെ. പക്ഷെ റാഷ്ഫോർഡ് അത് 51-ാം മിനിറ്റ്, കളിയുടെ സെക്കൻഡ് ഹാഫിന് മുമ്പ് തന്നെ കളിന്റെ 51-ാം മിനിറ്റിൽ എക്സ്ട്രാ ടൈമിൽ പെഡ്രി കിട്ടില്ലെന്ന് പറഞ്ഞാൽ ഫാബുലസ് ആയിട്ടുള്ള ഒരു കർവിങ് ഷോട്ട്, ഒരു കർവ് പാസ് കൊടുക്കുകയാണ്. ഭയങ്കര കിട്ടിയ രീതിയിൽ അത് റാഷ്ഫോർഡ് ഫിനിഷ് ചെയ്തു. അദ്ദേഹത്തിന്റെ അബിലിറ്റി രണ്ടാമത്തെ ഒരു 5 മിനിറ്റിന് ശേഷം അദ്ദേഹം കാണിച്ചിട്ടുണ്ട് കേട്ടോ. കിട്ടിയ രീതിയിലാണ് ഫിനിഷ് ചെയ്തത്. അങ്ങനെ സെക്കൻഡ് ഹാഫിൽ 2-1 കളി അവസാനിച്ചു. സെക്കൻഡ് ഹാഫിന് ശേഷം ബാസ ഒരു മിന്നും വരവിൽ വരുന്നു വിചാരിച്ചാണ്, പക്ഷെ ഭയങ്കര ഫ്ലോപ്പ് ആയിട്ടാണ് വന്നത്. സെക്കൻഡ് ഹാഫിന് ശേഷം പറയുകയാണെങ്കിൽ 75-ാം മിനിറ്റിൽ ലെവൻഡോസ്കിക്ക് പെനാൾട്ടി കിട്ടിയപ്പോൾ കളി സമനിലയാവുമെന്ന് വിചാരിച്ചാണ്. അത്രയും പ്രഷർ സിറ്റുവേഷനിലാണ് ലെവൻഡോസ്കി പെനാൾട്ടി അടിക്കുന്നെങ്കിലും ഭയങ്കര ഫ്ലോപ്പായിട്ട്, ഭയങ്കര എന്താ പറയുക, കൂളായിട്ട് പുറത്തേക്ക് അടിച്ചു കളഞ്ഞു. അങ്ങനെയാണ് എന്താ പറയാ അല്ലെ. ലെവൻഡോസ്കി ആ ഒരു പ്രഷറിലൊക്കെ ആ ഒരു ടൈമിലൊക്കെ പെനാൾട്ടി അടിച്ച് സ്കോർ ചെയ്തിട്ട് ഭയങ്കര കിടിലം ഒരു സെലിബ്രേഷൻ ഒക്കെ കാണിക്കുന്ന സമയത്ത് ഫ്ലോപ്പായിട്ട് ഒരു പെനാൾട്ടിയാണ് ലെവൻഡോസ്കി അടിച്ചത്. അതിനുശേഷം വീണ്ടും കിടിലൻ ചാൻസുകളാണ് സെവില്യ ക്രിയേറ്റ് ചെയ്തത്. ബാസിന്റെ ഡിഫൻസ് തൊലിഞ്ഞു പോകുകയാണെന്ന് വേണമെങ്കിൽ പറയും. കാരണം വീണ്ടും 2 ഗോൾ അടിച്ചിട്ട് 4-1 അവർ ലീഡ് ഉയർത്തി അല്ലെ. കിട്ടില്ല പെർഫോമൻസ്. സെവില്യയെ സംബന്ധിച്ച് ഹോം ഗ്രൗണ്ടിൽ ഇങ്ങനെ തോൽപ്പിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു എനർജറ്റിക് ആയിട്ടുള്ള മൂവ്മെന്റ് ആണ്, അല്ലെങ്കിൽ ഒരു മൂവാണ് സെവില്യയെ സംബന്ധിച്ച്. ബാസയെ സംബന്ധിച്ച് ഈ പോക്ക് പോവുകയാണെങ്കിൽ പടച്ചോനാണ് സത്യം. എന്താ പറയാ, നമുക്ക് റയൽ തട്ടിമുട്ടിയെങ്കിലും ഈ വർഷം കപ്പടിക്കും. റയൽ മികച്ച ഒരു മൂവിലല്ല പോയിക്കൊണ്ടിരിക്കുന്നത്, എങ്കിലും പറയാം റയൽ തട്ടിമുട്ടിയെങ്കിലും ഈ കപ്പടിക്കും ബാസ ഇങ്ങനെ പോവുകയാണെങ്കിൽ. ഈ കളിയിൽ കളിച്ചത് റാഷ്ഫോർഡും പിന്നെ അതുപോലെ തന്നെ നമ്മളെ ഡിഫൻസിലെ കുബർസിയുമാണ് കളിച്ചത്. ഷേസ്നി, ഗോൾ കീപ്പർ ഷേസ്നി ആയാലും ലെവൻഡോസ്കി എന്ന് പറഞ്ഞാൽ അങ്ങേറ്റം ഫ്ലോപ്പ്. ലെവൻഡോസ്കി പറയാല്ല, ആ ഒരു പെനാൾട്ടി കിട്ടിയത് തൊലിച്ചറിയില്ല, വേറെന്താ പറയാ. പിന്നെ ഡിഫൻസിൽ കൊണ്ടാണെങ്കിൽ ഭയങ്കര ഫ്ലോപ്പ് മത്സരം, ഫ്ലോപ്പ് പ്രകടനം. മിഡിൽ പെഡ്രി ആണെങ്കിൽ നല്ല കിഡിൽ അസിസ്റ്റ് ആയിരുന്നു, എങ്കിലും പെഡ്രിന്റെ ആ ഒരു നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു സംഭവം അങ്ങോട്ട് പെഡ്രിന്റെ അടുത്ത് വന്നില്ല. കാരണം ഫോർവേഡ് ഒന്നും നമ്മൾ വിചാരിച്ചത്ര മൂവ് ചെയ്യുക കളിക്കുക കാര്യങ്ങളൊന്നും ചെയ്യില്ല. പിന്നെ മിഡിൽ എന്ത് ചെയ്തിട്ട് എന്താ കാര്യം, ഒരു കാര്യമില്ല. ശരിക്കും പറഞ്ഞാൽ അട്ടപ്പെടല മൂഞ്ചി പെർഫോമൻസ് ആണ് ബാസി കാണിച്ചത്. ഇതുപോലത്തെ പോക്കാണെന്നുണ്ടെങ്കിൽ പറയണ്ട, അത്ലറ്റിക്കോ മാഡ്രിഡ് സെക്കൻഡിൽ ഇപ്പോൾ ഫിനിഷ് ചെയ്യും, റയൽ മാഡ്രിഡ് ഫസ്റ്റ് ഫിനിഷ് ചെയ്തിട്ട് സീസൺ അവസാനിപ്പിക്കും. മിക്കവാറും ആ ഒരു സാധ്യതയാണ് കാണുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, കളി കണ്ടിട്ടില്ലെങ്കിൽ കളിയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ കമന്റ് ചെയ്യാം. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, ഇറ്റ്സ് മീ സ്കോർസ് മൈൻഡ്.